ഓടുന്ന ബസ്സിനുള്ളിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച യുവതി വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വലിയ ചർച്ചയാകുന്നത്. കോഴിക്കോട് ഗോവിന്ദപുരം കൊളങ്ങരക്കണ്ടി ഉള്ളാട്ടുതൊടിയിൽ ദീപക്കാണ് ആത്മഹത്യ ചെയ്തത്. 42 വയസ്സായിരുന്നു. ബസ്സിനുള്ളിൽ വെച്ച് ദീപക മനഃപൂർവ്വം തന്റെ ശരീരത്തിൽ ദുരുദ്ദേശത്തോടെ സ്പർശിച്ചെന്നാരോപിച്ചാണ് യുവതി സമൂഹ മാധ്യമത്തിൽ ദീപകിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചത്. വീഡിയോ പ്രചരിച്ചതോടെ ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും അതിനു പിന്നാലെയാണ് ആത്മഹത്യ ഉണ്ടായതെന്നും റിപ്പോർട്ടുകളുണ്ട്. വീഡിയോ പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത യുവതിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ഇതിനിടെയാണ് ആക്ടിവിസ്റ്റ് ശ്രീലക്ഷ്മി അറക്കൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പുകൾ വലിയ വിവാദമായത്. ദീപകിന്റെ മരണത്തെ പരാമർശിച്ച് നന്നായി കുറെ കാലമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവരല്ലേ ആത്മഹത്യ ചെയ്യുന്നത്, ഇനി തിരിച്ചാകട്ടെ, ഈ മരണത്തിലൂടെയെങ്കിലും ബസ്സിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടട്ടെ. ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതി നിങ്ങൾക്ക് നേരെ നടക്കുന്ന ചൂഷണം മൊബൈലിൽ പകർത്തുന്നത് നിർത്താതെ ഇരിക്കുക. ഇനിയെങ്കിലും ബസ്സിൽ കയ്യും കാലും മുതുകും കൊണ്ട് ആക്രമിക്കാൻ വരുന്ന ആളുകൾ ഒന്ന് കയ്യും കാലും അടക്കി വെക്കുക. സന്തോഷം സന്തോഷം എന്നായിരുന്നു ആദ്യം പങ്കുവച്ച കുറിപ്പ്. പ്രതിഷേധം ശക്തമായപ്പോൾ ഈ കുറിപ്പ് നീക്കം ചെയ്യപ്പെട്ടു. ശേഷം മറ്റൊരു പോസ്റ്റുമായി ശ്രീലക്ഷ്മി എത്തി. നമ്മുടെ നാടിന്റെ ഒരു ഗതികേട് നോക്കണം. ലൈംഗിക അതിക്രമങ്ങൾക്ക് അത് നേരിടുന്ന ആളുകൾ ആ സമയത്ത് തെളിവും ഉണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ കിടന്നുകൊടുത്തു, എൻജോയ് ചെയ്തില്ലേ എന്നൊക്കെയുള്ള കമന്റുകൾ നേരിടേണ്ടി വരും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ തെളിവുണ്ടായിട്ടും അവരെയും പൾസർ സുനിയെയും ചേർത്ത് എന്ത് മോശം കഥകളാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ ഊളകൾ എഴുതി ഉണ്ടാക്കുന്നത്. ഇപ്പോഴുണ്ടായ സംഭവത്തിൽ ഒരിക്കലും ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കരുത്. കാരണം കേസെടുത്താൽ നാളെ വേറെ ഒരു പെൺകുട്ടിക്ക് പ്രതികരിക്കാനോ ഇതുപോലെ വീഡിയോ എടുത്ത് തെളിവ് സൂക്ഷിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല. അയാൾ തെറ്റ് ചെയ്തില്ലെന്ന് എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത്? എനിക്ക് ഈ വീഡിയോ കണ്ട മാത്രമേ തന്നെ മനസ്സിലായി അയാൾ വൃത്തികെട്ടവനാണെന്ന്. ഇല്ലെങ്കിൽ ഒരിക്കലും അവളുടെ ശരീരത്തെ സ്പർശിക്കില്ലായിരുന്നു. ഇത് കറക്റ്റ് അവളുടെ ബ്രസ്റ്റിൽ തന്നെയാണ് അയാൾ മുതുകിട്ട് സ്പർശിക്കുന്നത്. വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ സ്പർശനം തുടങ്ങി എന്ന കാര്യം കൃത്യമാണ്. ബസ്സിൽ ഇത്തരം അനുഭവങ്ങൾ അനുഭവിച്ചവർക്ക് അത് കറക്റ്റായി മനസ്സിലാകും. ബസ്സിൽ കയറി പിടിക്കുന്ന വിരുദ്ധന്മാർ ഭയങ്കര അഭിനയമാണ്. അവന്മാർക്ക് കറക്റ്റ് അറിയാം എങ്ങനെ ഒന്നും അറിയാത്ത പോലെ നിന്ന് തട്ടുകയും മുട്ടുകയും ചെയ്യണമെന്ന്. ഇതുപോലത്തെ അനുഭവം വരുമ്പോൾ എല്ലാവർക്കും ശബ്ദമുയർത്തി സംസാരിക്കാൻ പോലും പറ്റില്ല. കാരണം അങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നത്. പ്രതികരിക്കുന്ന പെൺകുട്ടികളെ കേസ് കൊടുത്ത് ഒതുക്കാൻ നോക്കുന്നത് ഇനി പെൺകുട്ടികൾ പ്രതികരിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ്. എങ്കിൽ മാത്രമേ ഇവന്മാർക്ക് ഇതുപോലെ അതിക്രമം ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് ഒരിക്കലും ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നായിരുന്നു പോസ്റ്റ്.